ഹായ് ഓൾ, വെൽക്കം ടു ജെയ്സീസ് വേൾഡ്. നമുക്കിന്ന് ചാള മുളകിട്ട് വറ്റിച്ച നല്ല അടിപൊളി കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചാള നന്നായി ഉപ്പ് ചേർത്ത് ഒന്ന് കൂട്ടി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇനി നമ്മൾ ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആയാൽ അതിലോട്ട് വറ്റൽമുളക് ഇട്ട് അതൊരു ഡാർക്ക് കളർ ആവുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി ചതച്ചത് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇഞ്ചി ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചുവന്നുള്ളി കൂടി ചേർത്ത് നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യാനുസരണം കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഇതിലേക്ക് ഒരു 6 ചെറിയ തക്കാളി അധികം പഴുക്കാത്തത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ മറ്റ് പൊടികളൊക്കെ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ സാദാ മുളക് പൊടി കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഞാനിവിടെ 1 സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നന്നായി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ പാകത്തിന് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലോട്ടിടുക. ചട്ടിയിൽ ഇത് കൊള്ളാത്ത കാരണം ഞാനൊരു വേറെ ഒരു സ്റ്റീൽ ചട്ടിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്.
അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.